എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് വ്യത്യസ്തമായ ഒരു കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ കഥ എൻ്റെ വല്യമ്മച്ചി എന്നോട് പറഞ്ഞു തന്ന കഥയാണ്. ഇത് ഒരു നടന്ന എന്നാണ് എന്നോട് വല്യമ്മച്ചി പറഞ്ഞിരുന്നത്. ഇത് നടന്നതാണെങ്കിലും ഇല്ലെങ്കിലും ഈ കഥയുടെ സാരം എന്നെ വളരെ ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് ഇത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. ഈ കഥ ഈശ്വര സാന്നിധ്യത്തിന് എന്താണ് അത്യാവശ്യം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരിടത്ത് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് പൂജാതി കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരു ജന്മിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഒരുപാട് ആളുകൾ കുടികിടപ്പും ചെയ്തിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പറമ്പിൽ കുടികിടപ്പുള്ള ഒരു ബാല്യക്കാരൻ ആയിരുന്നു ഇദ്ദേഹത്തെ പൂജാതി കർമ്മങ്ങളിൽ സഹായിച്ചിരുന്നത്. ഇദ്ദേഹം എവിടേക്ക് പൂജയ്ക്ക് പോയാലും സാധന സാമഗ്രികളെല്ലാം എടുത്ത് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നത് ഈ ബാല്യക്കാരനായിരുന്നു. ഈ ബാല്യക്കാരന് അത്രയധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആളായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ബ്രാഹ്മണൻ തൻ്റെ വീട്ടിൽ ഒരു വലിയ പൂജ നടത്തുകയുണ്ടായി. അദ്ദേഹം ഒറ്റയ്ക്കാണ് പൂജ ചെയ്യുന്നത്. പൂജ ചെയ്യുന്നത് കണ്ട് അദ്ദേഹത്തോട് ബാല്യക്കാരൻ ചോദിക്കും, എന്തിനാണ് അങ്ങ് ഇങ്ങനെ ഒരുപാട് പണം ചെലവാക്കി പൂജകൾ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും, എനിക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ പൂജ ചെയ്യുന്നത് എന്ന് പറയും. ഇത് കേട്ട ബാല്യക്കാരന് അത് അദ്ദേഹത്തിന് മനസ്സിൽ കിടക്കുകയാണ്. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൂജ ചെയ്യണം, എന്നാലേ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കൂ എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തമ്പുരാൻ വളരെ അറിവുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് സത്യമാണ് എന്നുള്ള വിശ്വാസത്തിൽ ഇദ്ദേഹവും പൂജാതി കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം എന്തെന്നാൽ അദ്ദേഹം കുറച്ച് താഴ്ന്ന ആളാണെങ്കിൽ കൂടെ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുക എന്നത് അദ്ദേഹത്തിനും ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ ബ്രാഹ്മണനും ബാല്യക്കാരനും ദൂരദേശത്തുള്ള ഒരു പൂജയ്ക്ക് വേണ്ടി പോവുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹത്തിനോട് പറയാണ്, എനിക്കും പൂജ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കും ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകണം, ഈശ്വര സാന്നിധ്യം ഉണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടി ഞാനും പൂജ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അതിന് അങ്ങ് എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ബ്രാഹ്മണന് ഒരു സ്വല്പം പുച്ഛം ഈ ബാല്യക്കാരനോട് തോന്നുകയുണ്ടായി. ഇവനാണോ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പൂജ ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിൽ വിചാരിക്കുകയും മനസ്സിൽ ചിരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹം പറയാം, അതിനെന്താ, നിനക്ക് ഞാൻ സഹായങ്ങൾ ചെയ്യാം, അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോ ദിവസവും ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം, അതുപോലെ തന്നെ നീ പെരുമാറണം എന്ന് പറയുകയാണ്. ആദ്യത്തെ പാഠം, നീ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ പോയി കുളത്തിൽ കുളിച്ച് വരണം എന്ന് പറയണം. അപ്പോൾ അന്നത്തെ ക്ലാസ് ഇത് മാത്രമാണ്. അപ്പോൾ അത് കേട്ട് ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി. തമ്പ്ര, ഒരുപാട് സന്തോഷമുണ്ട് എന്ന് ഈ ബ്രാഹ്മണനോട് പറയുകയാണ്. അത് കഴിഞ്ഞ് പൂജയെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുകയാണ്, ഒരു ഹോമകുണ്ഡം ഉണ്ടാക്കണം, തീയൊക്കെയുള്ള വെച്ച് ഒരു ഹോമകുണ്ഡം ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സും കഴിഞ്ഞു. ഇത് കേട്ടതോടെ ബാല്യക്കാരന് ഇനിയും സന്തോഷമാകുകയാണ്. അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം വന്നപ്പോൾ, തമ്പ്ര, ഇന്ന് എനിക്കൊന്നും പറഞ്ഞു തന്നില്ലോ എന്ന് ബാല്യക്കാരൻ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കുറേ പൂക്കൾ നീ ശേഖരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് വളരെ സന്തോഷമായി. മൂന്നാമത്തെ പാഠം കഴിഞ്ഞു. അടുത്ത ദിവസം പൂക്കൾ ഹോമ അഗ്നിയിലേക്ക് ഇടണം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ പാഠവും കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം അടുത്ത ദിവസം തമ്പ്രാനോട് ചോദിക്കുകയാണ്. അപ്പോൾ തമ്പ്രാൻ പറയുകയാണ്, ഇനി നീ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഈ പൂക്കൾ ഹോമാഗ്നിയിലേക്ക് സമർപ്പിക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അടുത്ത ദിവസം സന്തോഷത്തോടെ അദ്ദേഹം പോവുകയാണ്. അടുത്ത ദിവസം വരുമ്പോഴാണ് ഇദ്ദേഹം ഇതെല്ലാം റെഡിയാക്കി വെച്ച് ഇരിക്കുമ്പോഴാണ്, മൂലമന്ത്രം എന്താണ് എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് അദ്ദേഹം
അതിന് ഓർമ്മ വരുന്നത്. ഉടനെ തന്നെ അദ്ദേഹം ഓടി ഈ തമ്പ്രാൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ തമ്പ്രാൻ പറയുകയാണ്, മൂലമന്ത്രം എന്ന് പറഞ്ഞാൽ നീ വെട്ടൻ എന്ന് പറയണം, ഓം വെട്ടൻ എന്ന് പറഞ്ഞ് നീ പൂജ ചെയ്താൽ മതി എന്ന് പറയുകയാണ്. വെട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് സത്യമെന്ന് വിചാരിച്ച് ഈ ബാല്യക്കാരൻ അല്ലെങ്കിൽ ഇപ്പോൾ ശിഷ്യൻ വീട്ടിൽ വന്നിട്ട് എന്നും കാലത്ത് എണീറ്റ് പൂക്കളെല്ലാം പറിച്ച് കുളിച്ച് വൃത്തിയായിട്ട് വന്നിട്ട് ഹോമകുണ്ഡത്തിലേക്ക് ഓം വെട്ടൻ എന്ന് പറഞ്ഞ് പുഷ്പം അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഹോമകുണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുക്കളയിലുള്ള 3 കല്ല് വെച്ചുള്ള അടുപ്പ് തന്നെയാണ്. അവിടെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് ഇദ്ദേഹം ഇത് ദിവസവും ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് തമ്പ്രാൻ വിളിക്കുകയാണ്, നമുക്കിന്ന് ദൂരദേശത്ത് ഒരു പൂജയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് നീ വരണം എന്ന് പറയുകയാണ്. അദ്ദേഹം ഉടനെ തന്നെ ഈ ബാല്യക്കാരൻ ശരി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വസ്തുക്കളെല്ലാം ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊരു ഇടുങ്ങിയ കവാടത്തിൻ്റെ അടുത്ത് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ഒരുപാട് മുൻപിൽ, ഈ ബ്രാഹ്മണൻ ഒരുപാട് മുമ്പിൽ പോവുകയുണ്ടായി. നോക്കുമ്പോൾ ബാല്യക്കാരൻ എന്ത് ചെയ്താലും വരുന്നില്ല. അപ്പോൾ അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ട് എന്താണ് വരാത്തത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവൻ വരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ തമ്പുരാൻ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. എന്ത് വരുന്നില്ല എന്നാണ് പറയുന്നതെന്ന് ചോദിച്ച് ഇദ്ദേഹം കുറേ കൂടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം ഈ പറയുകയാണ്, ഇവൻ എന്ത് ചെയ്താൽ വരുന്നില്ല, ഈ കവാടം കടന്ന് അപ്പുറത്തേക്ക് വരാൻ ഇവൻ തയ്യാറാകുന്നില്ല എന്ന് ഈ ബാല്യക്കാരൻ പറയുകയാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ഇദ്ദേഹത്തിൻ്റെ ഗുരുവോ അല്ലെങ്കിൽ അങ്ങുന്നിനോ മനസ്സിലാകുന്നില്ല. അന്നേരം ചോദിക്കുക, എന്തിനാണ് നീ വരുന്നില്ല എന്ന് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ ബാല്യക്കാരൻ പറയുകയാണ്, ദേ വെട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, വെട്ടൻ എന്ത് ചെയ്താൽ ഇങ്ങോട്ട് കടന്നു വരുന്നില്ല, അവനില്ലാതെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് ഇവിടെ വെട്ടനൊന്നും ഇല്ലല്ലോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഈ തിരുമേനി പറയുകയാണ്. ഒരു കാര്യം ചെയ്യൂ, അങ്ങൊന്ന് എൻ്റെ കയ്യിൽ തൊട്ടിട്ട് അങ്ങോട്ട് നോക്കൂ എന്ന് പറയുകയാണ്. ഈ തമ്പുരാൻ ബാല്യക്കാരൻ്റെ കയ്യിൽ തൊട്ടിട്ട് നോക്കുമ്പോഴാണ് അതിദിവ്യമായ ഒരു പോത്ത് അവിടെ നിൽക്കുന്നു. ഇദ്ദേഹം തൊട്ട ഉടനെ ആ പോത്ത് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് ബാല്യക്കാരൻ മനസ്സിലാകില്ല. ബാല്യക്കാരൻ തിരിഞ്ഞോടുകയാണ് വെട്ടൻ്റെ അടുത്തേക്ക്. എന്നിട്ട് വെട്ടനോട് കരഞ്ഞ് പറയുകയാണ്, വരൂ വരൂ എന്ന് പറയുകയാണ്. അന്നേരം വെട്ടൻ പറയുകയാണ്, എനിക്ക് വരാൻ പറ്റില്ല, അവൻ നിന്നെ തൊട്ടിരിക്കുന്നു, നീ അശുദ്ധിയായിരിക്കുന്നു, നീ പോയി കുളിച്ചിട്ട് വരൂ, അതിനുശേഷം ഞാൻ വരാം എന്ന് പറയുകയാണ്. അന്നേരത്തേക്കും തമ്പുരാൻ ഓടി വരികയാണ്. അന്നേരം തമ്പുരാനോട് ബാല്യക്കാരൻ പറയുകയാണ്, അങ്ങ് ഇനി എന്നെ സ്പർശിക്കരുത്, അവൻ അശുദ്ധമായി എന്നാണ് വെട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഉടനെ കുളിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കുളത്തിലേക്ക് പോവുകയാണ്. അന്നേരമാണ് നമ്മുടെ തമ്പുരാന് മനസ്സിലാകുന്നത്, താൻ ചെയ്ത പൂജകളിലൊന്നും തന്നെ അനുഗ്രഹിക്കാത്ത ഈശ്വരൻ ഇതാ തൻ്റെ ബാല്യക്കാരൻ്റെ കൂടെ വന്നിരിക്കുന്നു. അദ്ദേഹം ഉടനെ തന്നെ ഒരു കുളക്കടവിലേക്ക് പോയി കുളിച്ച് ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ ബാല്യക്കാരൻ്റെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചിട്ട് പറയുകയാണ്, എന്നെ അങ്ങയുടെ ശിഷ്യനാക്കാമോ എന്ന്. ഇത്രയും നാൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഒരുപാട് പണം ചിലവാക്കുകയും ഒരുപാട് ഇടങ്ങളിൽ പോവുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായില്ല. പക്ഷേ ഒന്നുമില്ലാതെ ഓം വെട്ടൻ എന്ന് പറഞ്ഞ് സാധാരണ പുഷ്പങ്ങൾ അർപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന് ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം ആരായുകയുണ്ടായി. അപ്പോൾ ബാല്യക്കാരൻ അദ്ദേഹത്തിന് തനിക്കറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് മനസ്സിൽ വിശ്വാസം ഉണ്ടാകണം, ഈശ്വരൻ വരുമെന്ന്. രണ്ടാമത്, ഒരു നിഷ്കളങ്കമായ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഈശ്വരൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും.
അത് ഒരുപക്ഷെ വെട്ടൻ്റെ രൂപമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ്റെ രൂപത്തിലായിരിക്കാം. ഏത് രൂപത്തിൽ വേണമെങ്കിലും ഈശ്വരൻ നമ്മുടെ അടുത്ത് പ്രത്യക്ഷപ്പെടാം. അതിന് വേണ്ടത് നിഷ്കളങ്കമായ ഒരു മനസ്സും വിശ്വാസവുമാണ് എന്ന് ആണ് ഈ കഥയിലൂടെ എൻ്റെ വല്യമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നത്. നമസ്കാരം.